പേഴ്സണൽ അഭിപ്രായമുള്ള ഞാൻ ഒത്തിരി വ്യക്തിഹത്യക്ക് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, വൈ ആർ ദേ ഹെയ്റ്റിംഗ് മീ? ഇത് എൻ്റെ അഭിനയത്തിനല്ല കുറ്റം പറയുന്നത്. ശരി, ഇഫ് ദേ ക്രിട്ടിസൈസ് മൈ ആക്ടിങ്, ഓക്കെ, അതെടുക്കും ഞാൻ. എൻ്റെ കരിയറിലെ ഫസ്റ്റ് 2 ഫിലിംസ് കഴിഞ്ഞൊരു 3ാമത് സിനിമ കിട്ടുന്നത് തന്നെ എനിക്കൊരു വലിയ കാര്യമാണ്. സത്യങ്ങൾ എത്ര തുറന്ന് പറഞ്ഞാലും ബട്ട് ഇഫ് ദേ വെരി ഡിസ്ട്രാക്ട്, അല്ലെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇവൻ്റെ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ മാത്രം ഒരു മനുഷ്യ സ്നേഹം അവിടെ കാണിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സ്ട്രെസ് എടുക്കുന്ന ഒരാൾ എന്തിനാ ഈ സ്ട്രെസ് എടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം 2 വർഷം കഴിഞ്ഞ് മാറത്തില്ല. അതിനെപ്പറ്റി ട്രൂത്ത് നിൽക്കേണ്ടടുത്ത് പൊളിറ്റിക്സ് ആണോ കൊണ്ടുവരുന്നത്? എന്തോ എല്ലാവരും സ്നേഹത്തിലിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും സംടൈംസ് തിങ്സ് ഹാപ്പൻ. താങ്കളുടെ വാക്കുകളിൽ നിന്നും താങ്കളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അറിയാം താങ്കളുടെ ഒരു വേദന ഞാൻ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ അയക്കുന്ന ചോദ്യം സത്യമാണ്. അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആ വികാരം ഞാൻ ശരിക്കും കണ്ടു. I don't know what else to say about that. അമ്മയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വണ്ടിയുമായിട്ടൊരു സംഭവം ഉണ്ടായപ്പം ഒത്തിരി വേദന. എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാൻ താല്പര്യമില്ല റിലേറ്റഡ് ടു ദി ഇഷ്യൂ, ബിക്കോസ് ഈവൻ ദ പേഴ്സൺ ഇൻവോൾവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എടുത്ത് പറയുന്നില്ല, എനിക്കും വളരെ സ്നേഹമുള്ള, ഞാൻ മാമൻ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഇതിൽ. ആ കോൺവെർസേഷന് ശേഷം നടന്ന 6 മാസത്തിലാണ് അവർ രണ്ടുപേരും ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇൻവോൾവ് ആയ ആൾക്കാരാണ്. ഓരോ ദിവസവും നല്ലോണം അവരുടെ സർവീസ് മര്യാദയ്ക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെയും കാണുന്ന ആളാണ് ഞാൻ. ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ I'm not in a position to criticize or say anything about his life. അച്ഛൻ്റെ പേര് കൊണ്ട്, ലൈക്ക് ഐ സെഡ്, ഇൻഡസ്ട്രിയിൽ ആക്സസ് കിട്ടി. He won't make a single phone call from me. അച്ഛൻ അതിനൊരു കോൾ ചെയ്യുമോ എന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് കള്ളത്തരം. ഇതിൽ വർക്ക് ചെയ്ത വേറെ ആർട്ടിസ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ട വേറെ കുറേ ആൾക്കാരുണ്ട്. ഇത് അവരുടെയും കൂടെ സിനിമയാണ്. ഷൈൻ ചേട്ടനിപ്പോൾ whatever his personal life carries, that's his business. ഞാനോ അല്ലെ വേറൊരാളോ അതിനെപ്പറ്റി അഭിപ്രായം പറയാനോ വേറൊരാളെ ദ്രോഹിക്കുന്നില്ല. I don't care about correcting 100 people's opinion about me. I know how I'm living. അവർക്കറിയാവോ? ഇല്ല. ആ ബൈക്ക് സ്കൂട്ടറിന് സ്പീഡ് ചെയ്തതിൻ്റെ കാര്യം അവർക്കറിയോ? ഇല്ല. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത്രയും അറിയുള്ളൂ. ഒരാളുടെ അഭിപ്രായം അറിയുക, ഇൻ്റർവ്യൂവറിന് അറിയേണ്ട കാര്യങ്ങൾ, പ്രേക്ഷകരിലോട്ട് പകർത്തേണ്ട കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ തെളിഞ്ഞു കഴിഞ്ഞ് ഇതേ ആൾക്കാർ തന്നെ സോറി കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മറക്കുകയും ചെയ്യും.